ഹർഷിത് റാണയുടെ വിക്കറ്റ് വളരെ ക്രൂഷ്യലായി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ബൗളറായ ഹർഷിത് റാണയുടെ ബാറ്റിങ്ങിലെ വിക്കറ്റ് ക്രൂഷ്യലായി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഓൾറൗണ്ടർ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാതയിലാണ് ഉള്ളത്. അത് കുട്ടുമ്പത്തെ മത്സരത്തിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിലേക്ക് എത്തുമ്പോൾ അത് ഫ്ലൂക്കല്ല, ഇന്നിങ്സ് തനിക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിക്സറുകളൊക്കെ നല്ല ക്ലാസ് ഷോട്ടുകളായിരുന്നു. വിരാടിനൊപ്പം ഗംഭീരമായൊരു പാർട്ണർഷിപ്പ് അദ്ദേഹം നടത്തി 99 റൺസിൻ്റെ. ഒപ്പം നിതീഷിൻ്റെ ഒരു 50 ഇതിൽ വളരെ ക്രൂഷ്യലായിരുന്നു. പക്ഷേ വിജയത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നേരത്തെ MSK സൂചിപ്പിച്ച പോലെ തന്നെ ശ്രേയസ് അയ്യറിൻ്റെയും KL രാഹുലിൻ്റെയും വിക്കറ്റുകൾ ക്രൂഷ്യലായി. രാഹുൽ റൺസ് എടുക്കാൻ കഴിഞ്ഞത്. രാഹുൽ വിരാടിനൊപ്പം ക്രീസിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടി അതിനുശേഷം ഇപ്പോൾ ഹർഷിത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വിജയിക്കാനുള്ള ഘട്ടത്തിലായിരുന്നു ഇന്ത്യ. പെട്ടെന്ന് വിരാടിൻ്റെ ക്യാച്ച് ഡാരിൽ മിച്ചൽ തന്നെ എടുത്തു എന്നുള്ളതാണ് ലോങ് ഓണിൽ. ആ വിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മത്സരത്തിൽ. അതിനുശേഷം പിന്നെ വലിയ കാര്യമായിട്ടുള്ള ചെറുത്തുനിൽ ബന്ധിക്ക് കഴിഞ്ഞില്ല. അവസാനം വല്ല അത്ഭുതമൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഗ്ലെൻ ഫിലിപ്സിൻ്റെ ഒരു ഡയറക്ട് ത്രോയിൽ ഇന്ത്യയുടെ അവസാന വിക്കറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 89 ശേഷം 16 ഏകദിന പരമ്പരകൾക്ക് ശേഷം ന്യൂസിലൻഡ് ഇന്ത്യയിലൊരു ഏകദിന പരമ്പര വിജയിക്കുകയാണ്. മറുവശത്തേക്ക് നോക്കുമ്പോൾ അതിലൊരു വലിയ അപകടമെന്ന് പറയുന്നത് ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യ അതിഭീകരമായ നഷ്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ നടന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ചില നേട്ടങ്ങളുണ്ടെങ്കിൽ പോലും T20 കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യ സമാനതകളില്ലാത്ത ദുരന്തങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര നഷ്ടമാകുന്നു, ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര പോകുന്നു, ഇപ്പോൾ ന്യൂസിലൻഡിനെതിരെ ഒരിക്കൽ കൂടി പോകുന്നു.